ഹൈസ്കൂൾ മൊത്തം കലോത്സവങ്ങളിൽ പങ്കെടുത്തെങ്കിലും ഹയർ സെക്കൻഡറി എത്തിയപ്പോൾ കൊറോണ കാരണം ഒരു കലോത്സവത്തിനും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു? ഞാൻ ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ ഈ മത്സരം എന്നുള്ളത് കൊണ്ടല്ല, ഇഷ്ടമുള്ള കലകൾ അവതരിപ്പിക്കാനുള്ള വേദി ഇങ്ങനെ കിട്ടല്ലേ. അപ്പോൾ നമുക്ക് സന്തോഷത്തിൽ ആസ്വദിക്കാലോ ചെയ്യാലോ എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് നമ്മൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കണേ. അത് കുഞ്ഞുനാൾ മുതലേ ഉണ്ട്. LP UP HS വരെയും പോയിക്കൊണ്ടിരുന്നതാണ്. ടക്ക എന്ന് പറഞ്ഞാൽ ഒരു ചക്ക വീണ പോലെയാണ് നമുക്ക് എന്ത് വന്നത്. 10ാം ക്ലാസ്സിൽ SSLC പഠിക്കുന്ന സമയത്ത് കോവിഡ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. പിന്നെ മുഴുവൻ ഒരു വീടിനുള്ള 4 ചുമരിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നിൽക്കുമല്ലേ. കോൺഫറൻസുകളായാലും അങ്ങനെ, പഠനമാണെങ്കിലും ഓൺലൈൻ, ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ, ഒരു മുള പോയി നടാൻ പോലും പാകില്ല, പുറത്തിറങ്ങിയ സീന, അങ്ങനത്തെ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ആ കലോത്സവകാലം ശരിക്കും ജനതയിൽ പഠിക്കണം, ജനതയോടൊപ്പം കലോത്സവങ്ങൾ പങ്കെടുക്കണം എന്നുള്ള ഒരൊറ്റ സംഭവം കൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ജനത ഹയർ സെക്കൻഡറിയിൽ കൊടുത്തിട്ട് അവിടെ പഠിക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ. അങ്ങനെയാണ് അവിടെ എത്തിയത്, നമ്മുടെ ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത്. പക്ഷേ 2 വർഷം കോവിഡ് കൊണ്ടുപോയി. അത് ഭയങ്കര മിസ്സിംഗ് ആണ് ആ കലോത്സവകാലം എന്ന് പറഞ്ഞ. ഒരു നാടകവും ഒരു നാടൻ പാട്ടും ഒക്കെ പാടി കളിച്ച് അങ്ങനെ നടക്കാമെന്ന് കരുതിയതാണ്. ജനതേനെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റില്ല കോവിഡ് കാരണം. ബാച്ച് ആയിരുന്നല്ലോ, പകുതി ഓൺലൈനുമായിട്ട്. അതൊരു മിസ്സിംഗ്. കോളേജ് കാലഘട്ടത്തിൽ ഒരു കലോത്സവ അനുഭവങ്ങളെ പറ്റിയൊന്ന് പറയാൻ പറ്റും? കോളേജ് കാലത്തുള്ള കലോത്സവാനുഭവം ഞാൻ അനുഭവിച്ചിട്ടില്ല. 1ാം വർഷത്തിൽ വന്നു, സ്കൂളൊന്നും വിടണില്ല, കോളേജിൽ നമ്മളൊരു കലോത്സവം നടത്തി. പക്ഷെ അതിൻ്റെ മേൽ A-സോണോ ഇന്റർ-സോണോ ഒന്നും നടന്നിട്ടില്ല കഴിഞ്ഞ വർഷം. നടക്കുകയാണെങ്കിൽ തന്നെ ഈ വർഷം നടക്കണം. അതുകൊണ്ടും കോളേജിലെയും കലാ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. കുട്ടികൾ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞാനും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക, എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അനുഭവിച്ചിട്ടില്ലല്ലോ. അതാ ഒരു 2 പാടാൻ പറ്റുമോ നാടൻ പാട്ട്? നാടൻ പാട്ടോ? അയ്യോ, നാടൻ പാട്ടിന്റെ വേദിയുടെ അവിടെ തന്നെ വന്നിക്കണോണ്ടേ നല്ല രസമാണ്. എന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ നിങ്ങൾ ജനതാ ജേണൽ, നിങ്ങളോട് 2 വർത്താനം പറയാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. പാട്ട് അല്ലേ, നോക്കാം. തിനന്താരെ തിനന്താരെ തന്നപ്പന്താരെ തെയ്താ, തിനന്താരെ തിനന്താരെ തന്നപ്പന്താരെ തെയ്താ, തിനന്താരെ തിനന്താരെ തന്നപ്പന്താരെ തെയ്താ, തിനന്താരെ തിനന്താരെ തന്നപ്പന്താരെ തെയ്താ, തുടിയും തൂടിക്കോലും നാടിറങ്ങിയമ്മേ തെയ്താ, തുടിയും തൂടിക്കോലും നാടിറങ്ങിയമ്മേ തെയ്താ, പറയും പാറക്കോലും നാടിറങ്ങിയമ്മേ തെയ്താ, പറയും പാറക്കോലോ നാടിറങ്ങിയമ്മേ തെയ്താ. അങ്ങനെ വന്നൊരു ചോഴികളാണടോ പണ്ടാരച്ചോഴി പടച്ചൊഴള്, അങ്ങനെ വന്നൊരു ചോഴികളാണടോ പണ്ടാരച്ചോഴി പടച്ചൊഴള്, കാലമില്ല പിന്നെ ധർമ്മമില്ല അങ്ങനെ പാടി നടക്കണ ചോഴികള്, മുല്ലക്കെല്ലാം മടക്കേക്ക് നടക്കുന്നു പൊട്ടിപ്പുറപ്പെട്ട ചോഴികള്, കാണട്ടെ നല്ല ചോഴികളിയോ തെയ്താ, കാണട്ടെ കാണട്ടെ നല്ല വിഷുക്കളിയോ തെയ്താ.